നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യജീവി ആക്രമണത്തിൻ്റെ ഭീതിയിലാണ്. വയനാട് മാനന്തവാടിയിൽ തോട്ടം തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. വനംവകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പൻ്റെ ഭാര്യ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. കടുവയെ വെടിവെക്കാൻ വനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളതുമായി സഹകരിച്ച്, കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു, പക്ഷേ അത് നമ്മൾ നോക്കുന്നില്ല. വനത്തിന് പുറത്തു വന്നില്ല, വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ ഉൾപ്പെട്ട കടുവയെ വെടിവെച്ച് കൊല്ലാനാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മന്ത്രി OR കേളുവിനെ പ്രദേശവാസികൾ തടഞ്ഞു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും ഡാൻ കുര്യനും ചേരുന്നുണ്ട്. ആദ്യം MS അനീഷ് കുമാറിലേക്കാണ്. അനീഷ്, ഏറെ ഭയത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളൊക്കെ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. അതായത് കാട്ടാനാക്രമണം, കടുവ, പുലിയൊക്കെ തുടർച്ചയായി ഇറങ്ങുന്ന സാഹചര്യം. പക്ഷേ ഇത് ഈ സമീപകാലത്ത് ആദ്യമായിട്ടുണ്ട് കടുവയുടെ ആക്രമണത്തെ, അതും കടുവ ഒരു ആദിവാസി സ്ത്രീയെ കടിച്ചു കൊലപ്പെടുത്തുന്ന സംഭവം. എപ്പോഴായിരുന്നു? ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ? എന്താണ് ഈ സംഭവത്തിൽ? കടുവ എവിടെയുണ്ട്? ഈ ആക്രമണത്തിന് ശേഷം എങ്ങോട്ടേക്ക് തിരികെ പോയി എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? വനംവകുപ്പിന്റെ തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത്? അനീഷ്. ടോം, വയനാട്ടിലെ ജനജീവിതം അങ്ങേയറ്റം ഭീതിജനകമാക്കി മാറ്റിക്കൊണ്ടാണ് വന്യജീവികളുടെ ആക്രമണം ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പുൽപ്പള്ളി അമരക്കുനി മേഖലയിൽ ഭീതി വിളർത്തിയ കടുവയെ വനംവകുപ്പ് സംഘം പിടികൂടിയത്. 7 ദിവസങ്ങൾക്കുള്ളിൽ 5 വളർത്തുമൃഗങ്ങളെ, പ്രത്യേകിച്ചും ആടുകളെയാണ് കടുവ കൊന്നത്. ഈ ആദ്യ ദിനത്തിൽ ഒരു ആടിനെ കൊന്ന ശേഷം പിന്നീട് കൃത്യമായ ദിവസങ്ങളിൽ രാത്രി അതേ സമയത്ത് തന്നെ കർഷകരുടെ കൂടുകളിലെത്തിയാണ് ഈ കടുവകളെ പിടികൂടിക്കൊണ്ട് പോയത്. ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ മേഖലയിലും ആശങ്ക പെരുകാൻ കാരണം. ഇന്ന് സ്ഥലത്തെത്തി ഒരു സ്ത്രീയെ വകവരുത്തിയ ശേഷം കടുവ കാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ കൃത്യമായ ഇടവേളയിൽ വീണ്ടും ഈ കടുവ, നരഭോജിയായ കടുവ തിരിച്ച് നാട്ടിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കൃത്യമായി ഇന്ന് ഈ അപകടം നടന്ന പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ആ ഭാഗത്ത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ ഈ കടുവ എത്തുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അമരക്കുനി മേഖലയിൽ നമുക്കറിയാം ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഒരാഴ്ചയോളം കടുവ തമ്പടിച്ചത്. രാത്രി കാലങ്ങളിൽ ഈ ഭീഷണിയുമായി ഇറങ്ങുന്ന കടുവയെ പകൽ സമയങ്ങളിൽ കാണാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. ദിവസങ്ങളോളം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ തമ്പടിച്ച് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും കടുവയെ കണ്ടെത്താൻ കഴിയാതെ വരികയും ഒടുവിൽ ഒരു ദിവസം കൂടിൽ വീണുകൊണ്ട് മാത്രം ആ കടുവയെ കാട്ടിലേക്ക് അയക്കാൻ, അല്ലെങ്കിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഈ മനുഷ്യഗന്ധം ഉള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വകവരുത്തിയ സ്ഥിതിക്ക് ഇനിയും ഈ കടുവ എത്താനുള്ള സാധ്യതകൾ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകളിൽ വലിയ ഭീതി നിഴലിച്ചു നിൽക്കുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന കാപ്പിത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ ഈ സ്ത്രീയെ കടുവ പിടിച്ചതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷമാണ് വനമേഖലയിലേക്ക് കൊണ്ടുപോയതെന്നും വാദങ്ങൾ ഉയരുന്നു. പക്ഷേ മന്ത്രി എ കെ ശശീന്ദ്രൻ ആദ്യം വ്യക്തമാക്കിയത് വനത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത് എന്നാണ്. പക്ഷേ വനത്തിലാണെങ്കിലും മറ്റ് അർഹതപ്പെട്ട നഷ്ടപരിഹാരവും ഈ നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുമൊക്കെ ഇറക്കുന്നതിൽ തടസ്സമില്ല എന്ന് പറയുകയും അല്പസമയം മുമ്പ് സർക്കാരിന്റെ ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നു. നരഭോജിയായി മാറിയിരിക്കുന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന്, കൂട് വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ നോക്കാം. ഇത് രണ്ടും സാധ്യമായില്ലെങ്കിൽ വെടിവെച്ച് ഇതിനെ കൊല്ലാനുള്ള ഉത്തരവ് തന്നെ പുറത്തെടുപ്പിച്ചിരിക്കുന്നു. നേരത്തെ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നുമുള്ള
കടുവയാണ് അമരക്കുഞ്ഞി മേഖലയിൽ എത്തിയത്. ഈ കടുവയും ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. കേരള വനാതിർത്തിയിലുള്ള വയനാടൻ മേഖലയിൽ സ്ഥിരമായുള്ള കടുവയാണോ അതോ കർണാടകത്തിലെ വനമേഖലയിൽ നിന്നെത്തിയ കടുവയാണോ എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വനമേഖലകളിൽ വനപാലക സംഘത്തിന്റെ പട്രോളിംഗ് ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വലിയ ഭീതിയാണ് ഈ മേഖലകളിൽ ഈ നരഭോജി കടുവ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കടുവ എവിടെയാണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ കാട്ടിലെത്തി ഈ കടുവയെ കണ്ടെത്തും, എങ്ങനെ ഈ കടുവയെ തിരിച്ചറിയും, എങ്ങനെ കാട്ടിനുള്ളിൽ വെച്ച് ഇത്തരത്തിലൊരു വെടിവെക്കുന്നതിനുള്ള ഉത്തരവ് നടപ്പിലാക്കും എന്നീ കാര്യങ്ങളിലൊക്കെ തികഞ്ഞ അവ്യക്തത തുടരുകയാണ്. എന്തായാലും അസാധാരണമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാനന്തവാടിക്ക് അടുത്തുള്ള മേഖലയിൽ പ്രജീഷ് എന്ന യുവാവിനെ കടുവ കടിച്ചു കൊന്ന ശേഷമുണ്ടായ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ചാലുഗദ്ദയിൽ അജി എന്ന കുടുംബനാഥനെ വകവരുത്തിയതിനു ശേഷമുണ്ടായ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്. എന്തായാലും രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെ ഇപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. മന്ത്രി OR കേളു ഈ സംഭവം നടന്നതിന് ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും നാട്ടുകാർ അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉയർത്തി. മറ്റ് വനപാലക സംഘത്തിനെതിരെ പ്രതിഷേധം ഉയർത്തി. വരും മണിക്കൂറുകളിൽ കടുത്ത പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. ഈ മരിച്ച രാധയുടെ മൃതദേഹം, ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കാട്ടിൽ നിന്നും പുറത്തേക്ക് അല്പസമയം മുമ്പ് പോലീസും തണ്ടപോട്ടങ്ങളും ചേർന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റി മറ്റ് അനുബന്ധ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കും. എന്തായാലും വരും മണിക്കൂറുകളിൽ എത്ര ശക്തമായ പ്രതിഷേധത്തിനാവും വയനാട് സാക്ഷ്യം വഹിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിലും പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കേട്ടോ. യെസ്, അനീഷിലേക്ക് എത്താം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ 8 പേരാണ് വയനാട്ടിൽ മാത്രം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഒരു കർഷകനെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തുന്ന ആ ദൃശ്യങ്ങളൊക്കെ വളരെ ഹൃദയഭേദകമായിരുന്നു. അതിലും ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് വയനാട്ടിൽ ഉണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ വയനാട് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് രാവിലെ 8:30യോടെയാണ് സംഭവം. കാപ്പിക്കുരു പറിക്കുകയായിരുന്ന സ്ത്രീയെ പതിയിരുന്ന കടുവ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിൽ പിടിമുറുക്കിയ കടുവ ഇവരെ 100 മീറ്ററോളം വലിച്ചിഴച്ചു. തലയുടെ പിൻഭാഗം ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടതെന്നാണ് പ്രദേശവാസികളും ഒക്കെ പറയുന്നത്. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇതിനു മുൻപ് ഓരോ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോഴും മന്ത്രിയൊക്കെ പല രീതിയിലുള്ള ന്യായീകരണവുമായി രംഗത്തെത്താറുണ്ട്. പലപ്പോഴും വനം വകുപ്പോ വനം മന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല. ഇവിടെ മനുഷ്യജീവന് സംരക്ഷണം നൽകാതെ വനത്തെയും മറ്റും സംരക്ഷിക്കാനുള്ള നടപടികൾ വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഇവിടെ മനുഷ്യജീവൻ എന്ത് വിലയാണുള്ളതെന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നു. ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പിന് കൃത്യമായ മറുപടിയില്ലാത്ത അവസ്ഥ. ഈ ഒരു വിഷയത്തിൽ നിന്നും വനംവകുപ്പിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ ഡാൻ? കാരണം തുടർച്ചയായി വന്യജീവി ആക്രമണം കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും നമ്മൾ നിരവധി മനുഷ്യജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ, കാട്ടാനയുടെ ആക്രമണത്തിലൊക്കെ നഷ്ടപ്പെടുന്ന മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ അസാധാരണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇത് വനംവകുപ്പിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ളൊരു വീഴ്ച തുടർച്ചയായി ഉണ്ടാകുന്നില്ല ഡാൻ? ടോം, അതായത് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് വനം മന്ത്രി പറയുമ്പോഴും അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. അതായത് വനം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്പസമയത്തിന് മുമ്പ് പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകും, അദ്ദേഹമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അതേ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുവെടി വെച്ചോ കൂടുവെച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം മാത്രമേ അതിനെ കൊല്ലുന്നതടക്കമുള്ള വെടിവെച്ച് കൊല്ലുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അവിടെ ഈ പിടികൂടുന്ന കടുവ നരഭോജി
കടുവയാണോ, ഇപ്പോൾ ഈ രാധയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യ കടമ്പ. ആ നടപടികൾ ഉറപ്പുവരുത്തിയതിനു ശേഷം നരഭോജിയാണ് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിനെ വെടിവെച്ച് മയക്കി പിടികൂടുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അങ്ങനെ കേന്ദ്ര വനം വന്യജീവി വകുപ്പിൻ്റെ നിയമം അവിടെ നിലനിൽക്കുന്നതാണ് സംസ്ഥാനത്ത് വനം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്നതിൽ വെല്ലുവിളിയായി മാറുന്നത്. അവിടെ സർക്കാരിനെ മാത്രം അങ്ങ് ഒറ്റതിരിഞ്ഞ് ഈ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകൾ, കടുത്ത നിയമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു കടുത്ത തീരുമാനം തനിയെ സംസ്ഥാനത്തിനോ സംസ്ഥാനത്തിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വനമേഖലയോട് ചേർന്ന് വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനായിട്ടുള്ള നടപടികൾ ഉറപ്പുവരുത്തുക. അവിടെ മാത്രമാണ് കൃത്യമായ ഒരു ഇടപെടൽ, പ്രായോഗികമായ നടപടികളൊക്കെ സർക്കാരിന് എടുക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് പല വനമേഖലകളിൽ സമാനമായ തരത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പെരുകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ വയനാടിൻ്റെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇതിനോടകം തന്നെ 6 വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പശ്ചാത്തലം, അതിൽ തന്നെ കൂടുതലും കാട്ടാന ആക്രമണങ്ങളാണ്. കാട്ടാനകൾക്ക് ഈ ഫെൻസിങ് നിഷ്പ്രയാസം ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബലമുണ്ട്. അതുകൊണ്ട് തന്നെ വെറും ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിന് അപ്പുറത്തേക്ക് മറ്റ് ഏതൊക്കെ തരത്തിലുള്ള പ്രായോഗികമായ മാർഗങ്ങളിലൂടെ ഈ വന്യജീവികളെ കാടിനുള്ളിലേക്ക് തന്നെ വിരട്ടിയോടിക്കാൻ കഴിയും, അവിടെയാണ് ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്. അവിടെ കാടുമായി ബന്ധമുള്ള ആദിവാസി സമൂഹങ്ങളുടെ അടക്കം തീർച്ചയായും അത്തരം വീഴ്ചകൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഈ വർഷം മാത്രം നിരവധി 6ലധികം വന്യജീവി ആക്രമണങ്ങൾ വയനാട് ജില്ലയിൽ മാത്രം ഉണ്ടാകുന്ന സംഭവം. MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനീഷ്, ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഓരോ ആഴ്ചകളിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും നിരവധി തവണ ഈ വയനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അനീഷ് തന്നെ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് വന്യജീവി ആക്രമണത്തിൽ നിരവധി വളർത്തുമൃഗങ്ങളെ ചത്ത സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടോ അനീഷ്? ടോം, ഇത് ഒരു ഒറ്റപ്പെട്ട കാര്യം മാത്രമല്ല. ഈ വനമേഖലയോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിന്റെ മിക്ക ഇടങ്ങളിലും, ഇടുക്കിയിലായാലും മലപ്പുറത്തായാലും തൃശ്ശൂരിലായാലും വയനാടായാലും ഒക്കെ നിരന്തരം ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ഒരാഴ്ചയോളം വയനാട്ടിലെ പുൽപ്പള്ളി മേഖലയിൽ തമ്പടിച്ചാണ് നമ്മൾ ഒരു കടുവ ആടുകളെ പിടികൂടുന്ന അമരക്കുരി ഭാഗത്തുണ്ടായ സംഭവം. അതിന്റെ ഒരു അവസാന ഫലം എന്ന രീതിയിൽ ആ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ അധികൃതർക്ക് കഴിയുകയും കാട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം ഇന്നലെ നമ്മൾ കണ്ടു മലപ്പുറത്ത് ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയും ഒരു കൊമ്പൻ കിണറ്റിൽ വീഴുകയും അതിനെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമവും നാട്ടുകാർ ഉയർത്തിയ പ്രതിഷേധവുമൊക്കെ. കാരണം മാസങ്ങളായി തന്നെ ആ മേഖലയിൽ കൂട്ടത്തോടെ കാട്ടാനകൾ ഇറങ്ങുകയും കൃഷിയിടങ്ങളിൽ വലിയ നാശം വിതയ്ക്കുകയും മനുഷ്യജീവന് തന്നെ അങ്ങേറ്റം ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഒടുവിൽ വളരെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് നാട്ടുകാർ ആ ആനയെ പുറത്തേക്ക് കടത്താൻ പോലും അനുവദിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ദിവസവും സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലെ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിച്ചാൽ 2016 മുതൽ 2024 വരെയുള്ള കണക്കുകളനുസരിച്ച് വന്യജീവി ആക്രമണത്തിൽ മാത്രം മരിച്ചത് ഏതാണ്ട് 1000-നടുത്ത് ആളുകളാണ്. 900-നും 1000-നും ഇടയിൽ ആളുകൾ ഇത്തരത്തിൽ മരിക്കുന്നു. 2016 142 പേർ കൊല്ലപ്പെടുന്നു, 2017 110 പേർ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഓരോ വർഷവും കണക്കുകൾ പരിശോധിച്ചാൽ എണ്ണം വർദ്ധിച്ചു തന്നെ വരുത്തുന്ന കണക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വലിയ ആശങ്ക ഈ മേഖലകൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ചും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം മേഖലയിൽ കടുവ അടക്കമുള്ള ജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണത കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വിദഗ്ധർ തന്നെ പറയുന്നത് കാട്ടിലെ ജലലഭ്യത കുറയുന്നു,
ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന ശോഷണം, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് കാട്ടിനുള്ളിൽ ഈ ചൂടുകാലത്ത് കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ വന്യജീവികൾ മാറുന്നു. അവർക്ക് ജലം കണ്ടെത്താൻ, ജലസ്രോതസ്സുകൾ കണ്ടെത്താൻ നാട്ടിൻപുറങ്ങളിലേക്ക് വരേണ്ടി വരുന്നു. ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്താൻ പുറത്തേക്ക് വരേണ്ടി വരുന്നു. കാട്ടിനുള്ളിൽ വേട്ടയാടി ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളാണ് പ്രതിരോധം കുറഞ്ഞ ആടുകളെ പോലെയുള്ള ജീവികളെ ഭക്ഷിക്കാനായി അമരക്കുരയിൽ എത്തിയ കടുവയെ നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ഓരോ കൊല്ലം കഴിയും തോറും ഈ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു, നാശനഷ്ടത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നു. നേരത്തെയൊക്കെ ഈ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് തീർച്ചയായും അതുതന്നെയാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത്, വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 909 പേരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഉണ്ടായത് പോലും 2016 മുതൽ 2023 വരെയുള്ള കാലയളവിലാണ്. 2016-ൽ 142 പേരാണ് വന്യജീവി ആക്രമണത്തിൽ, അതായത് ഈ കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന ആശങ്ക, ഈ മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും കൃത്യമായ നഷ്ടപരിഹാരം നൽകാറില്ല, അതിന് കൃത്യമായൊരു മാനദണ്ഡമില്ല എന്ന ആക്ഷേപമൊക്കെ പലപ്പോഴും ഉയരുന്നുണ്ട്. വിവിധ കർഷക സംഘടനകളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരുമൊക്കെ സർക്കാർ ഈ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഒരു മാനദണ്ഡം നിശ്ചയിക്കണമെന്ന ആവശ്യമൊക്കെ കാലാകാലങ്ങളുമായി ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഡാൻ, കഴിഞ്ഞ 8 വർഷത്തിനിടെ 1000-ഓളം മനുഷ്യജീവനുകൾ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നു. പക്ഷേ ഇതിൽ പലർക്കും നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം പോലും ഉണ്ടല്ലോ. ടോം, അതായത് കഴിഞ്ഞ 2016-നും 2024-നും ഇടയിൽ ഏതാണ്ട് 55,839 വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. ഈ 55,839 ആക്രമണങ്ങളിൽ 909-ലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. പക്ഷേ അതിൽ ഏറ്റവും പ്രയാസകരമായ കാര്യം, ഈ 909 പേർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും അതിൽ ഏതാണ്ട് 706 പേർക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. ഏതാണ്ട് 200-ലധികം ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഇരകളായ 200-ലധികം ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ ഓരോ വർഷവും വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണവും ആ വന്യജീവി ആക്രമണങ്ങളിൽ മരണം സംഭവിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നതാണ് വെല്ലുവിളി. ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാനന്തവാടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ അടക്കം ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം ചെയ്യുക, കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുക എന്നതൊക്കെ ഏതൊരു അപകട മേഖലകളിലും അല്ലെങ്കിൽ എപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടം എന്ന നിലയിൽ ഉണ്ടാകുന്ന നടപടികളാണ്. അതിനപ്പുറത്തേക്ക് ഒരു വൈഡർ പെർസ്പെക്റ്റീവിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ എന്ത് പ്രായോഗിക പരിഹാരം കാണാൻ കഴിയുമെന്നൊരു ചോദ്യം ഉയരുന്നിടത്താണ് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താൻ സർക്കാരിന് കഴിയാതെ പോകുന്നത്. അതിന് നിലവിലെ നിയമങ്ങളടക്കം വലിയ തരത്തിൽ വെല്ലുവിളിയായി മാറുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് സംസ്ഥാനത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി പറയുമ്പോഴും കേന്ദ്ര വനം വന്യജീവി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ, അതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇതിലെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ സംസ്ഥാനത്തിൻ്റെ വനം വകുപ്പിന് കഴിയുള്ളൂ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രാഥമികമായി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിനെ വെടിവെച്ച് കൊല്ലുക എന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഉറപ്പുവരുത്തിയേ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ ജനങ്ങൾ ഈ നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരാകണമെന്നോ അല്ലെങ്കിൽ ഈ നിയമത്തിലെ നൂലാമാലകൾ അത് എത്ര കണ്ട് വെല്ലുവിളിയാണ് സർക്കാരിന് മുമ്പിൽ തീർക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാകില്ല. അവിടെ ഈ പ്രശ്നത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു, ഇത് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് ഇതിന് തടയിടാൻ കഴിയുന്നില്ല? ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് മണിക്കൂറുകളായി തുടരുന്ന പ്രതിഷേധം. അവിടെ ഇപ്പോഴും മന്ത്രിക്ക് നേരെയും ഉദ്യോഗസ്ഥർക്ക് നേരെയും ഒക്കെ തിരിയുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നറിയണം. സഭാ സമ്മേളനം അടുത്തയാഴ്ച വീണ്ടും പുനരാരംഭിക്കും. അവിടെ ഈ വിഷയം വീണ്ടും ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഈ കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം
ആദ്യഘട്ടമെന്ന നിലയിൽ മയക്കുവെടി വെച്ചോ കൂടുവെച്ചോ പിടികൂടുന്നതിന് ശ്രമിക്കാവുന്നതാണ്. ഈ സാധ്യതകൾ ഇല്ലാത്ത പക്ഷം കടുവ നരഭോജിയാണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലാനുള്ള അന്തിമ നടപടി സ്വീകരിക്കാവുന്നതാണ്. അതുവരെ സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിലെ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മസേനയെ നിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനീഷ്, നാളെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഈ വിഷയത്തിൽ ഈ മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആരംഭിക്കാൻ പോകുന്നു. നിയമസഭയിൽ ഈ വിഷയം വലിയ ചർച്ചയായി ആളിക്കത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ പൊലിഞ്ഞത് തന്നെ ഈ വന്യജീവി ആക്രമണത്തിലാണ്. അതും കഴിഞ്ഞ 8 വർഷത്തിനിടെ. ഇവിടെ വനംവകുപ്പ് പലപ്പോഴും നോക്കുകുത്തികളാകുന്നു, അതല്ലെങ്കിൽ പല ന്യായീകരണങ്ങൾ ഉയർത്തുന്നു. ഈ മനുഷ്യർ വനമേഖലയിലേക്ക് കയറി അല്ലെങ്കിൽ അതുങ്ങൾ ഈ വന്യജീവികളെ ആക്രമിക്കുമ്പോഴാണ് തിരിച്ചുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്ന ന്യായങ്ങൾ ചില പരിസ്ഥിതി സ്നേഹികളൊക്കെ ഉയർത്തുന്ന വളരെ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇവിടെ സ്വന്തം തൊഴിലെടുത്ത് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ, സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി നിൽക്കാൻ താമസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെയാണ് ഈ വയനാട്, കണ്ണൂർ, ഇടുക്കി ഉൾപ്പെടുന്ന മലയോര മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്കുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ ഈ ആദിവാസി സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നഷ്ടപരിഹാരം നൽകണം, മാത്രമല്ല ഈ കടുവയെ പിടികൂടണം, നരഭോജിയാണെന്ന് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ മറ്റ് നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ അനീഷ്. വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്താണ് കടുവ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ രാവിലെ കൊല്ലപ്പെട്ടത്. 100 മീറ്ററോളം ഈ കടുവ ഈ സ്ത്രീയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ശരീരഭാഗങ്ങൾ, അതായത് തലയുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം സംഭവസ്ഥലത്തുണ്ട്. മന്ത്രി OR കേളുവിനെതിരെ പ്രതിഷേധം ഉയർന്നു. വനം മന്ത്രി ഇതേ തുടർന്ന് വനം മന്ത്രി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിട്ടിട്ടുണ്ട്. അനീഷ്, അതത്ര ഡാൻ സൂചിപ്പിച്ചതുപോലെ അത്ര പ്രായോഗികമായി അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കടുവയെ ഈ വെടിവെച്ച് കൊല്ലുക എന്നത്. അതിന് പല രീതിയിലുള്ള കേന്ദ്ര നിയമപ്രകാരം പല രീതിയിലുള്ള നിയമ തടസ്സങ്ങളൊക്കെ ഈ വിഷയത്തിലുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ അനീഷ്? ടോം, ഇതിനകത്ത് പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഏത് കടുവയാണ് ഈ സ്ത്രീയെ കൊന്നത് എന്നതിനെ കുറിച്ച് പോലും കൃത്യമായ ഒരു ചിത്രം ലഭിക്കില്ല. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന ചോദ്യമാണ്. വനത്തിനുള്ളിലേക്കാണ് ഈ കടുവ സ്ത്രീയെ വകവരുത്തിയ ശേഷം കടന്നു കളഞ്ഞിരിക്കുന്നത്. ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണ്? ഈ ക്യാമറ ട്രാപ്പുകളിൽ എവിടെയെങ്കിലും ഈ കടുവ പതിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കടുവയുടെ നിന്നുള്ള പക് മാർക്കുകൾ, അതായത് കാൽപാദങ്ങൾ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ? ഈ കടുവയെ തിരിച്ചറിയുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രതിബന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതെങ്ങനെ ുള്ളിൽ കയറി എങ്ങനെ ഒരു കടുവയെ വെടിവെക്കാൻ കഴിയുമെന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട്. കാട് അവരുടെ ആവാസ വ്യവസ്ഥയാണ്. കാട്ടിനുള്ളിൽ കയറി വെടിവെക്കുന്നത് കടുവയെന്നല്ല മറ്റു ജീവികളെ പോലും വെടിവെക്കാൻ ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ കടുവ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ നടപടിക്രമങ്ങളാണ് കടുവയുടെ കാര്യത്തിലുള്ളത്. കടുവ സംരക്ഷണത്തിന് തന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. കഴിഞ്ഞ ദിവസം അമരക്കുന്നിൽ ഈ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി ആടുകളെ കൊന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്നടങ്കം അന്ന് മുറവിളി ഉയർന്നിരുന്നു. മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന്. സർക്കാർ അത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങി പോലും വനപാലകർ ഓരോ ദിവസവും കാത്തിരുന്നത് ഈ കടുവയെ വെടിവെക്കാനായിരുന്നില്ല. നാട്ടുകാർ തന്നെ നമ്മോട് പലവട്ടം പരാതി പറഞ്ഞിരുന്നു. കടുവ ക്ലോസ് റേഞ്ചിൽ വളരെ അടുത്ത് തന്നെ പലവട്ടം ഈ വനപാലകരും ഈ വെടിവെക്കാൻ മയക്കുവെടി വെക്കുന്നു ഡോക്ടർമാരും ഒക്കെ കടുവയെ കണ്ടിരുന്നു. പക്ഷെ അപ്പോഴെങ്ങും ഒരു ഡാർട്ട് ചെയ്യാനുള്ള, ഒരു ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇടപെടൽ വനപാലകരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ ദിവസം കണ്ടു, അടുത്ത 2 ദിവസം കഴിഞ്ഞ് എത്തി. ഏറ്റവും ഒടുവിൽ അംഗൻവാടിയുടെ സമീപം കടുവ എത്തിയപ്പോൾ ആ വീട്ടിൽ ആദ്യം കടുവ വന്ന് ആടിനെ വകവരുത്തിയ ശേഷം പുറത്തേക്ക് മടങ്ങുകയും ഏതാണ്ട് 4 കാലോടുകൂടി വീണ്ടും എത്തുകയും ചെയ്തു. അപ്പോൾ ഈ വെടിവെക്കാനുള്ള മയക്കുവെടി സംഘം ഈ വീട്ടിനുള്ളിൽ നിൽക്കുകയായിരുന്നു. ചന്ദ്രൻ എന്നയാളുടെ വീടിനുള്ളിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അവിടെ വെച്ച് പോലും വെടിവെക്കാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ്. അതായത് പരമാവധി ഈ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനപ്പുറം കൂട്ടിലാക്കി
പുറത്തേക്ക് മാറ്റുക എന്നൊരു തന്ത്രം തന്നെയാണ് അന്ന് ആവിഷ്കരിച്ചത്. എന്തായാലും ഇവിടെയും ഈ വിചാരിക്കുന്നത്ര എളുപ്പത്തിൽ കടുവയെ വെടിവെക്കാൻ സാധിക്കില്ല. ഏത് കടുവയാണ് എന്ന് തിരിച്ചറിയണം. നേരത്തെ അമരക്കുരി ഭാഗത്ത് ഇറങ്ങിയ കടുവ കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്ന കടുവയല്ല, ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ കടുവയാണ് എന്ന വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കടുവയുടെ കാര്യത്തിലും കടുവ ഇതെന്ന് ആദ്യം തിരിച്ചറിയണം, പിന്നീട് എങ്ങനെ പ്രായോഗികമായി അത് നടപ്പിലാക്കുമെന്നറിയണം. ഒരുപക്ഷെ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ, ഈ അമരക്കുരിയിൽ ഏറ്റവും ഒടുവിലുണ്ടായ അനുഭവം പരിശോധിച്ച് നോക്കിയാൽ ഈ സ്ഥലത്തേക്ക് ഒരുപക്ഷെ വീണ്ടും ഇന്നോ നാളെയൊക്കെ വീണ്ടും ഈ കടുവ എത്താനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഇതിനടുത്ത ജനവാസ മേഖലകളിൽ വീണ്ടും ഈ കടുവ തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ആശങ്ക നിറഞ്ഞ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുമുണ്ട്. ഈ വന്യജീവികൾ ഇറങ്ങുമ്പോൾ അവിടെ വളർത്തു മൃഗങ്ങളുണ്ടാവും, കുട്ടികളുണ്ടാവും, മുതിർന്ന ആളുകളുണ്ടാവും, മറ്റ് കാടിനോട് ചേർന്ന ജീവിത മാർഗങ്ങൾ വെച്ച് തേടുന്ന ആളുകളുണ്ടാവും. അവരുടെയൊക്കെ ജീവിതം അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലേക്ക് നീക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ ഒന്നടങ്കം സാരമായി ബാധിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് ഇറക്കാം എന്ന് പറയുമ്പോൾ അത്ര ലാഘവത്തോടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഈ കടുവയെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ്. ക്യാമറ ട്രാപ്പുകളിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളാവും ഒരുപക്ഷെ വനം വകുപ്പ് പുറത്തുവിടുക. ടോം. വ്യക്തമാണ്. MS സനീഷ് കുമാറും ഡാൻ കുര്യനുമാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലാണ് ആദിവാസി സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതേ തുടർന്ന് നാട്ടുകാരുടെ വലിയ പ്രതിഷേധം സംഭവ സ്ഥലത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടെ ഈ കാട്ടാനെ ഈ കടുവയെ നരഭോജിയാണെന്ന് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകി വിട്ടു. മസ്തകത്തിൽ മരുന്ന് വെച്ച് ആന്റിബയോട്ടിക്കുകൾ നൽകി. മറ്റാനകൾക്കൊപ്പം ചാലക്കുടി പുഴയുടെ കരയിലുള്ള മുളങ്കാടിലാണ് രാവിലെ മുറിവേറ്റ കൊമ്പനെത്തിയത്. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് ആന കാലടി പ്ലാന്റേഷനിലെ ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ചപ്പോഴാണ് ചികിത്സ നൽകിയത്. ആനകൾ തമ്മിൽ കൊമ്പുകോർത്തുണ്ടായ മുറിവ് ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ആനയ്ക്ക് തുടർ നിരീക്ഷണം നൽകുമെന്ന് DFO R ലക്ഷ്മി അറിയിച്ചു. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലെയർസിൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്, കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ് ചെയ്തു, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി, നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ് ചെയ്തു, ആൻറ്റിബയോട്ടിക് കവറേജ് കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ആനിമലിനെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. 2 സ്റ്റാഫും നമ്മുടെ 2 വാച്ചറും ഇപ്പോൾ ഉണ്ട്. ചെറുതായിട്ട് മൂവ് ചെയ്ത് താഴോട്ട് ഒക്കെ നടന്നു തുടങ്ങിയതായിട്ടാണ് ഇൻഫർമേഷൻ. ഇപ്പോൾ വനത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ വെച്ചാണ് ട്രീറ്റ് ചെയ്തത്. അല്ല, തിരിച്ച് മിക്കവാറും പുഴയുടെ സൈഡിലേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടി. നമുക്ക് അതുകൊണ്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റി. വിശദാംശങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ ആനയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയണം. അതോടൊപ്പം ഈ ചികിത്സ നൽകിയ ശേഷം ഈ കാട്ടാന തിരികെ വനം മേഖലയിലേക്ക് തിരികെ പോയിട്ടുണ്ടോ ഡാനി? ടോം, ഈ ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ അരുൺ സക്രിയയും അതോടൊപ്പം തന്നെ DFO R ലക്ഷ്മിയും പറഞ്ഞത്. കാരണം നല്ല രീതിയിൽ ആഴത്തിലുള്ള മുറിവ് അതിനെ ഏറ്റിട്ടുണ്ട്. അത് മറ്റ് കൊമ്പന്മാരുമായുള്ള സംഘർഷത്തിനിടയിൽ പറ്റിയതാണ്. വലിയ മുറിവാണ് മസ്തകത്തിന് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ചികിത്സിക്കുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത്. അതിന് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനൊരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ സെഡേഷനിൽ നിർത്തിക്കൊണ്ട് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുന്നത്. ഗൗണി വെച്ച് അതിൻ്റെ മസ്തകത്തിനടുത്തേക്ക് ചെന്ന് വളരെ സാഹസികമായിട്ട് തന്നെയാണ് അതിൻ്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ, ഒപ്പം തന്നെ മരുന്നുമെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഈ മയക്കുവെടി
വെടിയേറ്റതിൻ്റെ ഒരു ക്ഷീണം, അതിൻ്റെ ഒരു ആലസ്യം മറികടക്കുമ്പോൾ സ്വാഭാവികമായും അത് തിരിച്ച് വനത്തിലേക്ക് കയറും. ആ രീതിയിലുള്ളതാണ് അതിൻ്റെ ഒരു രീതിയെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ വൈകാതെ ഇവിടങ്ങളിലെല്ലാം തന്നെ വിഹരിക്കുന്നതാണ്. നമുക്ക് ആ പുറകിലുള്ള ഇപ്പോൾ ഈ പ്ലാന്റേഷൻ ഭാഗത്താണ്, വെറ്റിലപ്പാറ പ്ലാന്റേഷൻ 14 എന്ന് പറയുന്ന ഈ സ്ഥലത്താണുള്ളത്. ഇതിനപ്പുറത്താണ് ഇന്ന് ആദ്യമായിട്ട് ഈ ആനയെ കാണുന്നത് അടക്കമുണ്ടാവുന്നത്. ഇവിടങ്ങളിലാണ് ഇതിൻ്റെ ഒരു വിഹാര കേന്ദ്രം. ടോം, ഇതിൻ്റെ ഈ സ്ഥലം നോക്കുക. ഇവിടേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണപ്പന തോട്ടമാണ്. ഈ മറിഞ്ഞു കിടക്കുന്നത് കാറ്റത്ത് വീണതൊന്നുമല്ല. അങ്ങോട്ട് നോക്കുമ്പോഴെല്ലാം തന്നെ നിരവധിയായ ഈ പന മറിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാട്ടാനകൾ ഇവിടെയൊക്കെ എത്തി മറിച്ചിട്ടതാണിതെല്ലാം, ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ആനപ്പിണ്ടം അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം വിഹരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് കൂട്ടമായി എത്തുന്നു, ഒറ്റയ്ക്ക് എത്തുന്നു. ഇതങ്ങ് ഈ എണ്ണപ്പന കുത്തി മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ആ തലഭാഗം അത് കഴിച്ച് പനമ്പട്ടയെല്ലാം കഴിച്ച് മടങ്ങുന്ന രീതി ഇതിൻ്റെ ഒരു വിഹാര കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ്. ഇതിനിടയിൽ ഈ കൂട്ടങ്ങൾ ചേർന്ന് ഇടയ്ക്ക് സംഘടന ഉണ്ടാകുന്നതിലാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത്. ആനയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് ഇപ്പോൾ മരുന്നും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അത് തിരിച്ച് കാട്ടിലേക്ക് കയറും. സ്വാഭാവികമായി അത് തിരിച്ചു പോകും എന്നതെല്ലാം തന്നെയാണ് നമ്മൾ കരുതുന്നത്. DFO അടക്കമുള്ളവർ ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന് പറയുന്നു. എന്തായാലും 2 ദിവസത്തെ തെരച്ചിൽ നടത്തിയിട്ടും അതിൽ വലിയ രീതിയിലേക്കൊരു ഫലം കണ്ടിരുന്നില്ല. പിന്നീട് ഇന്ന് ആണ് ആനയെ കണ്ടെത്തിയതായി പറയുന്നത്. ഈ ആനയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന റൂബൻലാൽ പ്രദേശവാസിയാണ്. റൂബൻലാൽ കൂടെ ഒപ്പം ചേരുന്നു. റൂബൻലാലിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് ആദ്യം ഇങ്ങനെ ഒരു ആനയ്ക്ക് മുറിവ് പറ്റിയതും കാര്യങ്ങളും എല്ലാം തന്നെ പുറത്തേക്ക് അറിയുന്നതും വനം വകുപ്പ് നടപടികളിലേക്ക് നീങ്ങുന്നത്. 2 ദിവസമായി തെരഞ്ഞിരുന്ന ആനയെ ഇന്ന് വീണ്ടും രാവിലെ തന്നെ റൂബൻലാലിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. അങ്ങനെ വിവരം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ്. എവിടെ വെച്ചായിരുന്നു ഇത് കണ്ടെത്തിയത്? കൃത്യമായിട്ട് പറഞ്ഞാൽ വെറ്റിലപ്പാറ 14 എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പന തിന്നുന്ന തരത്തിലാണ് നമ്മൾ കാട്ടാനയെ കണ്ടത്. ഇന്നലെ വൈകിട്ട് വരെ വനം വകുപ്പ് സകല സന്നാഹങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് രാത്രിയിൽ ആന പുഴ കടന്ന് മറുകരയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഒരു സംശയം ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ആന ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തുകയും അങ്ങനെ ആണ് ഒരു 4 ആനകളെ കണ്ടെത്തുകയും ആ 3 ആനകളോടൊപ്പം ഈ മുറിവേറ്റ ആനയെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഏകദേശം 6:30 കഴിഞ്ഞതോടെ നമ്മൾ ഈ ആന തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ വനം വകുപ്പിനെ നമ്മൾ വിവരം അറിയിച്ചു. അങ്ങനെയാണ് നടപടികളെല്ലാം വളരെ വേഗത്തിൽ. അതെ, പിന്നീട് വനം വകുപ്പ് എല്ലാ മേഖലകളിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുകയും ഡോക്ടർ അരുൺ സക്കറെ അടക്കമുള്ള ആളുകൾ വളരെ വേഗം ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് ഈ ആനയുള്ള സ്ഥലത്തേക്ക് എത്തുകയും അങ്ങനെ എല്ലാം പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ചികിത്സയിലേക്ക് എത്തിയതെല്ലാം തന്നെ ഒരു സന്തോഷമുള്ളൊരു അനുഭവം തന്നെയാണ്. അതെ, വളരെ സന്തോഷം. അത് ചികിത്സിക്കാൻ വനം വകുപ്പ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ തന്നെ വലിയ സന്തോഷം. കൃത്യമായിട്ട് ഡോക്ടർ ഈ പരിശോധന നടത്തിയപ്പോഴാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് ഈ മുറിവ് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നത്. മറ്റൊന്നുകൂടി ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ആന കുത്തിമറിച്ചിട്ടതും കാര്യങ്ങളും. അപ്പോൾ അത്ര കണ്ട് ഇത് തൊട്ടപ്പുറത്തെ റോഡിനപ്പുറം ജനവാസ കേന്ദ്രം എല്ലാം തന്നെ ഇത് തമ്മിലൊരു വലിയ വേർതിരിവുകളൊന്നുമില്ല. മറ്റിടങ്ങളിലെ പോലെ തന്നെ വനമേഖലയോട് ചേർന്ന പല പ്രദേശങ്ങളും പോലെ തന്നെ സംസ്ഥാനത്ത് ഇവിടെ കാട്ടാന ശല്യവും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും എല്ലാം തന്നെ രൂക്ഷമാണ്. ഈ കാട്ടുപന്നി അങ്ങനെയുള്ള എന്താണ് പൊതുവിലത്തെ ഒരു സ്ഥിതി? എങ്ങനെയാണ് പൊതുവിലെ സ്ഥിതി? ഈ അതിരപ്പള്ളി മേഖലയിൽ കൃഷി ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന് വലിയ നഷ്ടമാണ് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു 25ഓളം കൊമ്പനാനകൾ ദിനം പ്രതി പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പനത്തോട്ടങ്ങളിൽ കയറി ഇറങ്ങി എണ്ണപ്പനകൾ നശിപ്പിക്കുന്നുണ്ട്. ദിവസേന ഒരു 20 പനയെങ്കിലും എണ്ണപ്പനകൾ നശിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണപ്പനത്തോട്ടം അധികം നാൾ ഉണ്ടാവില്ല, ഇത് പെട്ടെന്ന് അവസാനിച്ച് പോകും. അതുകൊണ്ട് മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് ഒരു കാഷ്വാലിറ്റി എന്നുള്ള രീതിയിലൊക്കെ വളരെ അപൂർവമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനിയും വരുന്ന നാളുകളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ. ഈ എണ്ണപ്പന കൊണ്ട് തൽക്കാലം നിൽക്കുവാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരും. അതായത് ആനകൾ എണ്ണപ്പനയിൽ തമ്പടിക്കുകയും ജനവാസ മേഖലയിലുള്ള കൃഷിയിടങ്ങളിലേക്ക് അപൂർവമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും കൃഷി നശിപ്പിക്കുന്നുണ്ടെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് വളരെ അപൂർവമായിട്ടാണ് കാട്ടാനകളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അത് ഇനിയുള്ള കാലങ്ങളിൽ രൂക്ഷത കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, കൃഷി നശിപ്പിക്കുന്നതോടുകൂടി എണ്ണപ്പന നശിക്കുന്നതോടുകൂടി
ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോവും. വനം വകുപ്പ് വനത്തിനകത്ത് എന്തുകൊണ്ട് കാട്ടാനകൾ പുറത്തിറങ്ങുന്നു, ആനകൾക്ക് കാടിനകത്ത് എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ കൃത്യമായ പഠനവും അതിന് പരിഹാരവും കണ്ടാൽ മാത്രമാണ് ജനങ്ങൾ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കഴിയുള്ളൂ. ടോം, ഇതാണ് ഒരു അവസ്ഥ. കാരണം ഇപ്പോൾ നമ്മൾ ചികിത്സ നൽകിയ കാട്ടാന അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഈ ഇപ്പോൾ റൂബൻ പറഞ്ഞതുപോലെ എണ്ണപ്പനത്തോട്ടമുള്ളത് കൊണ്ട് കാട്ടാനകൾ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൂ. ഇതിൻ്റെ ഒരു സമൃദ്ധിയിൽ ആണ് അത് വളരെ സ്വച്ഛമായിട്ട് പലപ്പോഴും വിഹരിക്കുന്നത്. ഇവിടെ പുറത്തേക്ക് വലിയ രീതിയിലൊരു ആളുകൾക്ക് അത്ര കണ്ട് നേരിട്ട് ഏറ്റുമുട്ടില്ലാത്തൊരവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നത്. എങ്കിൽ കൂടിയും കാട്ടാനകളുടെ മുന്നിൽപ്പെടുന്ന അവസ്ഥകളുണ്ട്. പക്ഷേ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ സൂചനകളും ഉള്ളത്. കാട്ടുപന്നിയുടെയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ പറയുന്നു. അത്തരം ശല്യം ജനവാസ മേഖലയിലേക്ക് കാട്ടാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഡാനി? ടോം, ഇതിനു മുൻപും അത്തരം സന്ദർഭങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കാട്ടാന ഇറങ്ങി വരുന്നത് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് തന്നെയുള്ളത്. അത് ഈ വനമേഖല, വനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ പ്രദേശങ്ങളൊക്കെ തന്നെയാണിത്. വലിയ വേർതിരിവുകൾ ഈ ഇടങ്ങളിലായിട്ട് ഇല്ല എന്നുള്ളതാണ്. പുറത്തേക്ക് ഇപ്പോൾ വരുമ്പോഴേക്കിപ്പോൾ ഈ പുഴ ഇതിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ ഉണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അകത്തുകൂടിയുള്ള വഴികളിലെല്ലാം തന്നെ നിത്യേന എന്നോളം ആനയെ ഒറ്റയ്ക്കായും കൂട്ടമായും എല്ലാം തന്നെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ട്. ആളുകൾക്കെല്ലാം അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനെ ഏത് രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. അത് എങ്ങനെ സാധിക്കുമെന്നതും. കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കെല്ലാം തന്നെ എല്ലായിടത്തും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വനം വകുപ്പ് അത്തരം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ ഇപ്പോൾ നമ്മൾ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഈ കോതമംഗലം, മുള്ളരിങ്ങാട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലുള്ളൊരു പ്രദേശത്തോട് ഇനിയും അതിരപ്പള്ളിയുടെ കാര്യവും ചേർത്ത് വായിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നതാണ് ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് അതിരപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വലിയൊരു ആശങ്ക ഒഴിവാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും തുടർച്ചയായി ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം. ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലാണ് വേണ്ടത്. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിര കൊലക്കേസാണ്. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ നിർണായക മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ആതിരയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയതെന്നാണ് പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി. ആതിര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലാണ് കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട്. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, പോലീസ് നൽകിയ പ്രാഥമിക മൊഴിയിലാണ് ഈ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണിതെന്ന് ഈ ജോൺസൺ ഔസേപ്പ് പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ, ഇരുവരും തമ്മിലുള്ള ഈ സാമ്പത്തിക തർക്കം, അതായത് ഈ ആതിരയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഇയാൾ പണം പലപ്പോഴും വാങ്ങിയിരുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങിയിരുന്നു. ഇതേ തുടർന്നുള്ള ചില തർക്കങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു തുടക്കത്തിൽ ലഭ്യമായ വിവരം. പക്ഷേ പ്രതിയുടെ മൊഴി അനുസരിച്ച് അതിക്രൂരമായ രീതിയിൽ, അതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ക്രൂരമായ രീതിയിൽ നടപ്പാക്കിയ കൊലപാതകം. എന്തിനാണ് ഇത്രയധികം ഒരു ക്രൂരത ഈ പ്രണയിച്ചിരുന്ന ഈ ആതിരയോട് ഇയാൾ കാട്ടിയതെന്ന് മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ടോ വിനോദ്? ടോം, പ്രതി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അത്യാഹിത വിഭാഗത്തിലായിരുന്നു, പിന്നീട് വാർഡിലേക്ക് മാറ്റി. ഈ സമയത്താണ് പോലീസ് മൊഴിയെടുത്തത്. ഈ മൊഴിയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ മൊഴിയിലാണുള്ളത്. അതായത് തന്നോടൊപ്പം വരാത്തതിന്റെ പേരിലായിരുന്നു ഈ അരുംകൊല എന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. 1 വർഷത്തിലധികമായി ബന്ധമുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ യുവതിയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇടയ്ക്ക് തന്നോടൊപ്പം വരണമെന്നാവശ്യപ്പെട്ടു. ഭർത്താവിനെയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെയും ഉപേക്ഷിച്ച് തന്റെ കൂടെ വരണമെന്ന ആവശ്യം, അത് നിരസിച്ചതിലെ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമായത്. പ്രതി പറയുന്നത് കൃത്യം നടന്ന ദിവസം രാവിലെ 6 മണിയോടുകൂടി തന്നെ ആതിരയുടെ വീടിനടുത്ത് വന്നിരുന്നു. ജോൺസൺ അവിടെ
പതുങ്ങിയിരിക്കുകയായിരുന്നു. ഭർത്താവ് രാജീവ് 5 മണിക്ക് തന്നെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോയി 8 മണിയോടുകൂടി ആതിര 2ാം ക്ലാസ്സുകാരനായ മകനെ സ്കൂൾ വാനിൽ കയറ്റിവിടുകയും ചെയ്തു. ഈ സമയം ആതിര വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ഒപ്പം ജോൺസണും ഈ വീട്ടിനുള്ളിലേക്ക് കയറി. നേരത്തെ തന്നെ ബന്ധമുള്ളതിനാൽ വധഭീഷണി നിലനിൽക്കുന്നെങ്കിൽ കൂടി ഒരു സൌഹൃദം തുടരുകയായിരുന്നു. പിന്നീട് ഫോണിലൂടെയൊക്കെ സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചു എന്നൊരു തോന്നൽ ജോൺസൺ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് എതിർപ്പുകളോ ബഹളമോ ഒന്നും തന്നെ ആതിര ഉണ്ടാക്കിയില്ല. അകത്ത് വന്ന ജോൺസണ് ആതിര ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഏറെക്കുറെ നഗ്നമായ നിലയിലായിരുന്നു ആതിരയുടെ മൃതദേഹം ആ മുറിക്കുള്ളിൽ കണ്ടെത്തിയത്. കട്ടിലിൽ കിടക്കുന്ന തരത്തിലായിരുന്നു. ആ സമയത്ത് ഈ ലൈംഗിക ബന്ധം നടക്കുന്ന സമയത്താണ് കത്തി കൊണ്ട് താൻ യുവതിയുടെ കഴുത്ത് മുറിച്ചതെന്ന് ജോൺസൺ മൊഴി നൽകിയിട്ടുണ്ട്. കത്തി ജോൺസൺ തന്നെ കൊണ്ടുവന്നതാണ്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ജോൺസൺ സമീപത്ത് തന്നെയുള്ള പെരുമാതുറവിലുള്ള ലോഡ്ജിൽ 2 ദിവസമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തിയാണ്. ഈ കത്തിയുമായി വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ആതിര കാണാതിരിക്കാനായി ബെഡിന് മെത്തയ്ക്കടിയിലേക്ക് ഈ കത്തി ഒളിപ്പിച്ചു വെക്കുന്നു. ആ സമയത്ത് ആതിര ചായ ഉണ്ടാക്കുന്ന സമയമാണ്. ഈ സമയത്ത് കത്തി മെത്തയുടെ ഉള്ളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത തരത്തിൽ. പിന്നീട് ആ ബെഡിലേക്കാണ് ഇരുവരും വരുന്നത്. അവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ബെഡിനടിയിൽ നിന്ന് കത്തിയെടുക്കുകയും യുവതിയുടെ കഴുത്തിൽ കുത്തിയിറക്കുകയുമായിരുന്നു. ഏതാണ്ട് പകുതിയിലധികം അറ്റുപോയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന മുറിവ്. പ്രതിയെ ഇനി കൊണ്ടുവന്ന് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം കോട്ടയത്ത് തുടരുകയാണ്. ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ചായിരിക്കും ഇനി പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരിക. കരളിൽ വിഷാംശമുണ്ട്. നേരത്തെ പിടിയിലാകും എന്ന് ഉറപ്പായതോടുകൂടി ചിങ്ങവനത്തുണ്ടായിരുന്ന ജോൺസൺ അമിതമായി ഗുളിക കഴിക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്തുവെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയത്. ഇപ്പോഴും ആ ചികിത്സയിൽ തുടരുകയാണ്. കരളിൽ ബാധിച്ച വിഷാംശം അത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക. ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കും പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. താനാണ് ഈ കൃത്യം നടത്തിയതെന്നും മറ്റാർക്കും ഇതിൽ പങ്കില്ലെന്നും മറ്റാരുടെയും സഹായം താൻ തേടിയിരുന്നില്ലെന്നും ജോൺസൺ പറയുന്നുണ്ട്. നേരത്തെയും ഈ വീട്ടിൽ ജോൺസൺ വന്നുപോയിരുന്നു. ആതിരയുമായി പലയിടങ്ങളിലായി സഞ്ചരിക്കുകയും ഇവർ നേരത്തെ തന്നെ പലയിടങ്ങളിൽ രണ്ടുപേരുമായി യാത്ര ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ വെച്ച് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ആ ദൃശ്യങ്ങൾ വെച്ച് യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് വരണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഭർത്താവിനോട് നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഭർത്താവിന് അറിയാമായിരുന്നു. അത് തടയുന്നതിന് വലിയ തോതിലുള്ള ഒരു ശ്രമം രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു ഘട്ടത്തിൽ രാജീവ് ആതിരയുടെ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു. പിന്നീട് നിർബന്ധം കാരണം ഈ ഫോൺ തിരികെ കൊടുത്തു. ഏറ്റവും ഒടുവിൽ വധഭീഷണി ഉണ്ടാകുമ്പോൾ ഈ കൃത്യം നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുൻപാണ് വധഭീഷണി ഉണ്ടാകുന്നത്. ആ സമയത്ത് രാജീവ് ഇത് പോലീസിനെ അറിയിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ആതിര പറഞ്ഞത് ഇത് നാട്ടുകാർ അറിഞ്ഞാൽ അപമാനമാണ്, ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന കാര്യം. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം, ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഒരു കൊലപാതകം നടത്തും, അതും പുറലോകം അറിയാതെ. പിന്നീട് 2 ദിവസത്തോളം പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം. അങ്ങനെ അതിവിദഗ്ധമായ രീതിയിൽ ഇതുപോലുള്ള ഒരു കുറ്റകൃത്യം നടത്തണമെങ്കിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം, ഒരു ക്രിമിനൽ പശ്ചാത്തലം സ്വാഭാവികമായും കാണേണ്ടതല്ലേ? ഇതിനു മുൻപ് ഇയാൾ താമസിച്ചിരുന്ന കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ ഈ കൊലയാളിയായിട്ടുള്ള ജോൺസൺ? ടോം, ജോൺസൺ കൊല്ലം സ്വദേശിയാണ്, ദളവാപുരം സ്വദേശിയാണ്. പക്ഷേ വളരെ കാലം മുൻപ് തന്നെ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയിരുന്നു. കൊച്ചിയിലെത്തുകയും അവിടെ വിവാഹിതനാവുകയും 3 കുഞ്ഞുങ്ങൾ ആ ബന്ധത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ 5 വർഷം മുൻപ് ഈ വിവാഹബന്ധം വേർപെടുത്തി. അവിടെ സൈക്കോ ഔസേപ്പ് എന്നാണ് ജോൺസൺ അറിയപ്പെടുന്നത്. അതായത് ജോൺസന്റെ പല രീതികളും അത് സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അങ്ങനെയാണ് ഈ വിവാഹബന്ധം വേർപെട്ടു പോയത് പോലും.
ഇവർ ഈ സൗഹൃദത്തിലാകുന്ന സമയത്ത് തന്നെ ആതിരയും ജോൺസണും ആതിരയുടെ മറ്റൊരു വനിതാ സുഹൃത്തും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. റീൽസുകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷേ ജോൺസന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ഈ വനിതാ സുഹൃത്ത് പിന്നീട് ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നു. പക്ഷേ ആതിര അപ്പോഴും തുടരുകയായിരുന്നു. ഈ അമിതമായ ഇൻസ്റ്റയിലെ ഉപയോഗം അത് രാജീവ് പലപ്പോഴും ചോദ്യം ചെയ്യുകയും അത് തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ ആതിര വഴങ്ങിയിരുന്നില്ല എന്നതാണ് വസ്തുത. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പലതും അനുവദിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് രാജീവ് പോവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വധഭീഷണി ഉണ്ടാകുമ്പോൾ പോലീസിനെ അറിയിക്കാമെന്ന് രാജീവ് പറയുമ്പോഴും അത് തടഞ്ഞത് ആതിരയാണ്. ഈ ഭർത്താവും കുഞ്ഞും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ജോൺസൺ വരുമ്പോൾ ചായ നൽകുകയും ചെയ്യുന്നു. അതായത് വീണ്ടും തർക്കങ്ങൾ പരിഹരിച്ചു എന്നൊരു പ്രതീതി ജോൺസൺ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ആതിര വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കത്തികൊണ്ട് കൊലപാതകം നടത്തിയത്. ടോം. യെസ്, വ്യക്തമാണ്. BV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കഠിനംകുളം ആതിര കൊലക്കേസിലാണ് പ്രതിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ മണലൂരിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ആ വാർത്തയിലേക്ക് വിശദമായി എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ മണലൂരിൽ മധ്യവയസ്കയുടെ മൃതദേഹം അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. സത്രം ശിവക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന ലതയാണ് മരിച്ചത്. ലതയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലത ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ബിസിനസ്സുകാരനായിരുന്ന ഭർത്താവിനെ 6 മാസം മുൻപ് ചെന്നൈയിൽ വെച്ച് കാണാതായിരുന്നു. തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. വിശദാംശങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു തൃശ്ശൂരിൽ നിന്നും. രാജു, ഈ 6 മാസം മുൻപ് ലതയുടെ ഭർത്താവിനെ കാണാതായിരുന്നു. ഇയാളെ കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല. ലതയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കണോ? ടോം, തൃശൂർ മണലൂരിൽ ഇന്ന് രാവിലെയാണ് സംഭവം. 56 വയസ്സുള്ള വേളയിൽ വീട്ടിൽ ലതയുടെ മൃതദേഹമാണ് അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. സത്രം ശിവക്ഷേത്രത്തിന് സമീപത്താണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഏകദേശം 10 മീറ്റർ മാത്രം അകലെയുള്ള അയൽവാസിയുടെ പറമ്പിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു പതിവ് ഈ ലതയ്ക്കുണ്ടായിരുന്നു. ഇന്നും ക്ഷേത്രത്തിൽ പോയിരുന്നു. സമയം വൈകിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം ഇത്തരത്തിൽ കണ്ടെത്തിയത്. ലതയുടെ ഭർത്താവ്, നേരത്തെ ടോം പറഞ്ഞ പോലെ തന്നെ ലതയുടെ ഭർത്താവ് മുരളിയോടൊപ്പം ചെന്നൈയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എന്നാൽ ഇയാൾ ഒരു ബിസിനസ്സുകാരനായിരുന്നു. 6 മാസം മുമ്പ് ബിസിനസ്സുകാരനായ ഭർത്താവിനെ കാണാതായി. ഇതേ തുടർന്ന് ലത വളരെ നിരാശയിലായിരുന്നു. തുടർന്ന് ലത നാട്ടിലേക്ക് മടങ്ങി മകന്റെയും ഭാര്യയുടെയും അതേപോലെ തന്നെ മാതാപിതാക്കളുടെയും കൂടെ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ വളരെ നിരാശ കൊണ്ട രീതിയിലായിരുന്നു ലതയുടെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് ഇതൊരു പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. എങ്കിലും കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അന്തിക്കാട് പോലീസ്, ഇരിങ്ങാലക്കുട DSP KB സുരേഷ് ഇവിടെ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അന്തിക്കാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ടിനെ, ഭർത്താവിൻ്റെ തിരോധാനത്തെ തുടർന്നുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭർത്താവ് മുരളിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് രാജു? തീർച്ചയായും ടോം, കഴിഞ്ഞ 6 മാസം മുൻപായിരുന്നു ഇവരുടെ ഭർത്താവ് മുരളിയെ കാണാതായത്. ഇയാൾ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ വെച്ചാണ് കാണാതായത്. അതുകൊണ്ട് തന്നെ അവിടെ പോലീസിൽ പരാതി നൽകുകയും ആ പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തുകയും എന്നിട്ടും ഇതിനെ കുറിച്ചൊരു തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ വളരെ നിരാശയായിരുന്നു. അത്തരത്തിൽ ഏറെ നിരാശപ്പെട്ടിട്ടാണ് ഇവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നതും ഇവിടെ മകനോടൊപ്പം താമസം ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ഭർത്താവ്
ഭർത്താവിന്റെ വിയോഗത്തിൽ ഭർത്താവിനെ കാണാതായിട്ട് 6 മാസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ ഏറെ നിരാശരായി കഴിഞ്ഞു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനെ അഭയം പ്രാപിച്ച് എന്നും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സ്വഭാവം കൂടി ഈ ലതയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ മാനസികമായി വളരെ വിഷമത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഏകദേശം ബന്ധുക്കളെയും അതുപോലെ തന്നെ മക്കളോടും ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായും സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ബന്ധുക്കളെയും മക്കളുമായും പോലീസ് ഏറെ സംസാരിക്കാറുണ്ട്. കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതൽ സംസാരിച്ചു. അതിൽ നിന്നെല്ലാം പ്രഥമ ദൃഷ്ട്യാ ഇതൊരു ആത്മഹത്യയായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടുകളും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തമായ നിഗമനത്തിൽ എത്താൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ടോം. വ്യക്തമാണ്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് മധ്യവയസ്കയെ അയൽവാസിയുടെ പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആൻഡോ ജോസഫിനുമെതിരെ പോലീസ് കേസ്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് സാന്ദ്ര തോമസിന്റെ പരാതി. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് സാന്ദ്ര തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് സാന്ദ്ര തോമസ് ഈ ബി ഉണ്ണികൃഷ്ണനും ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. നിലവിൽ പോലീസ് ഈ രണ്ടുപേർക്കെതിരെ മാത്രമാണോ കേസെടുത്തിരിക്കുന്നത്? ടോം, ഇത് കോടതിയാണ് ഈ കാര്യത്തിൽ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. അതേ തുടർന്നാണ് സെൻട്രൽ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ബി ഉണ്ണികൃഷ്ണൻ കേസിൽ 1-ാം പ്രതിയും ആൻഡോ ജോസഫിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പൊതുമധ്യത്തിൽ വെച്ച് അപമാനിച്ചു എന്നുള്ളതാണ് കേസ്. ഈ സാന്ദ്ര തോമസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെടലിന് ശേഷമാണ് ഈ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പരാതി നൽകിയിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിൽ തന്റെ സെറ്റിലുണ്ടായിരുന്ന ലൈംഗിക അധിക്ഷേപവുമായി ജോലി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പരാതി പരിഹരിക്കാൻ വിളിച്ചപ്പോൾ തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള പരാതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയതിനു ശേഷമാണ് ബി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ തന്നോട് പെരുമാറാൻ തുടങ്ങിയതെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നുണ്ട്. തന്നോട് ഈ വൈരാഗ്യം വെച്ചിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ പെരുമാറുന്നത്. സിനിമയിൽ നിന്നെല്ലാം തന്നെ മാറ്റി നിർത്തുന്നു, നീ ഇനി മലയാളത്തിൽ സിനിമ ചെയ്യില്ല എന്ന് പ്രഖ്യാപനം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വന്ന ശേഷമാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയതിനു ശേഷമാണ് താൻ ഇത്തരത്തിൽ പരാതികളുമായി മുന്നോട്ട് വരാനുള്ള ധൈര്യം കാണിച്ചെന്ന് സാന്ദ്ര തോമസ് നമ്മളോട് തന്നെ പ്രതികരിക്കേണ്ടായി. നേരത്തെ ഇത്തരത്തിലുള്ള മാറ്റി നിർത്തലുകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ പോലും അന്ന് ഈ ഒരു വലിയ അതല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഇത്രയും ശക്തിയേറിയ ഒരു ടീമിനോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സാന്ദ്ര തോമസ് പറയുന്നു. അതിനുശേഷമാണ് താൻ തുറന്നു പറയാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ സർക്കാർ തന്നെ കേൾക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ തനിക്ക് ഇത്ര പ്രശ്നങ്ങൾ പറയാനൊരു ഇടമെന്നുള്ള നിലയിൽ ഹേമ കമ്മിറ്റിയുണ്ട്. ആ ഒരു തരത്തിൽ ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് വ്യക്തമായ ശേഷമാണ് തനിക്ക് ഇക്കാര്യത്തിൽ ഇത്തരം അവഹേളനകൾക്കുമായി മുന്നോട്ട് വരാൻ കഴിഞ്ഞതെന്ന് സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. എന്തായാലും പൊതുമധ്യത്തിൽ വെച്ച് തന്നെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയിലാണ് ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിട്ടുള്ളത്. സാന്ദ്ര തോമസ് നേരിട്ട് നൽകിയ പരാതി കോടതിയാണ് സെൻട്രൽ പോലീസിനോട് ഇതിൽ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി എടുത്തിട്ടുള്ളത്. ഇതിൽ ആൻഡോ ജോസഫ് 2-ാം പ്രതിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കേസിൽ 4 പ്രൊഡ്യൂസർമാർക്കെതിരെ ഇതുപോലെ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ അവരുടെ ജോലി, അതായത് അവരുടെ സെറ്റിൽ ഉണ്ടായിരുന്ന ജോലി തർക്കം പരിഹരിക്കാൻ വേണ്ടി. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആൻഡോ ജോസഫിനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.